പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സ്നേഹവും വന്ദനവും ഓരോരുത്തരെയും അറിയിക്കുകയാണ്. കർത്താവ് അനുദിനം നമ്മളെ നടത്തുന്ന കർത്താവിൻ്റെ മഹാകൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഹൗ ഗ്രേറ്റ് ഈസ് അവർ ഗോഡ്. നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ്. സ്വർഗം തൻ്റെ സിംഹാസനവും ഭൂമി തൻ്റെ പാദപീഠവുമായ ഇത്ര വലിയൊരു കർത്താവിൻ്റെ ഭാഗമാകാൻ എനിക്കും നിങ്ങൾക്കും ലഭിച്ച ആ മഹാഭാഗ്യം നമ്മുടെ മിടുക്കും നമ്മുടെ കഴിവും ഒന്നുമല്ല. എഫെസ്യ ലേഖനക്കാരൻ എഴുതിയിരിക്കുന്ന പൗലോസ് എഴുതിയിരിക്കുകയാണ്, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും പറയും, വി ആർ ഓൾ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവം കാൽവറി ക്രൂശിൽ തൻ്റെ രക്തം ചൊരിഞ്ഞ് ക്രൂശിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് എന്നെയും നിങ്ങളെയും നേടിയെടുത്തതാണ്. പാപത്തിൻ്റെ ചേറ്റുകുഴിയിലായിരുന്നു ഒരു കാലത്ത് നമ്മൾ. നോക്ക്, ഈ ലോകത്തൊരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ താൻ പാപത്തിലാണ് വാസ്തവത്തിൽ ജനിക്കുന്നത്. എന്നാൽ തൻ്റെ രക്ഷകനെ തിരിച്ചറിയുമ്പോൾ, യേശുവേ എന്ന ഒരു വാക്ക് വിളിക്കുമ്പോൾ എത്ര കടും ചുവപ്പായ പാപത്തെയും ഹിമം പോലെ വെളുപ്പിച്ച് കളയുന്ന ഒരു കർത്താവുണ്ട്. ഗോഡ് ഇസ് ഇൻ ഗാഡ്. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരോട് പറയാം, സ്റ്റോപ്പ് വെറിയിങ് അബൌട്ട് ഓൾ തിങ്സ്. ഗോഡ് നോസ് എവരിതിങ് വെൻ ഗോഡ് ഇസ് ഇൻ കൺട്രോൾ. ഇന്നത്തെ ദൈവവചനത്തിൻ്റെ തലക്കെട്ട് സ്റ്റോപ്പ് വെറിയിങ്, ഗോഡ് ഇസ് ഇൻ കൺട്രോൾ. ഗോഡ് നോസ് മീ. എന്നെ അറിയാവുന്നതിലും ഭംഗിയായിട്ട് കർത്താവിനെ അറിയാം. നമ്മൾ വിചാരപ്പെടുന്ന പല വിഷയങ്ങളിലും ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. കർത്താവ് അതിൻ്റെ മേൽ, കർത്താവിന് ആണ് പൂർണ്ണ അധികാരം. കർത്താവ് അതിൻ്റെ വിടുതൽ കണ്ട് അതിൻ്റെ അപ്പുറം നിൽക്കുകയാണ്. പലപ്പോഴും നമ്മൾ ഭാരപ്പെടുക, അയ്യോ ഇത് എന്നായിത്തീരും. അതിൻ്റെ വിടുതൽ എൻ്റെ കർത്താവ് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഗോഡ് നോസ്. അതിൻ്റെ അകത്തും കൂടെ എന്നെ കടത്തിവിട്ട് അത്ഭുതമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഞാൻ കടന്നു പോകുന്ന വിഷയത്തിൽ ദൈവം മഹത്വം എടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ ഒക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും, വൈ ഓൾ ദീസ് ഈസ് ഹാപ്പനിങ് ടു മീ. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം ഒന്നുമില്ല. അവിടെ ആ പ്രവിയിലെ കുരുടനായ മനുഷ്യനോട് യേശു പറഞ്ഞതുപോലെ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിനത്രേ ഇന്ന് കടന്നു പോകുന്ന വിഷയത്തോട് പറയുന്നത്, ദ ഗ്ലോറി ഈസ് ഗോയിങ് ടു ബി റിവീൽഡ് ഇൻ മൈ ലൈഫ്. കർത്താവിൻ്റെ മഹത്വം എന്നിൽ വെളിപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ ധൈര്യമായിട്ടിരിക്കുക, തല ഉയർത്തി പിടിക്കുക. സ്റ്റോപ്പ് വെറിയിങ്, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. എത്ര പേർ പറയും ഗോഡ് ഈസ് ഇൻ കൺട്രോൾ, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ആ വിഷയത്തെ നോക്കിയിട്ടൊന്ന് പറഞ്ഞേ, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. അതിൻ്റെ അകത്ത് ഞാൻ ഒറ്റയ്ക്കല്ല, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ആ ധൈര്യത്തിൽ ഈ ദിവസം എന്ത് വലിയ ചലഞ്ചാണെങ്കിലും, എത്ര വലിയ വെല്ലുവിളിയാണെങ്കിലും, ആ വെല്ലുവിളിക്കകത്തോട്ട് പാഞ്ഞു ചെന്ന് എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂറ്റത്തിൻ്റെ നേരെ പാഞ്ഞ് ചെല്ലും. അങ്ങനെ കർത്താവുണ്ട്, ഞാൻ പേടിക്കത്തില്ല, ഞാൻ ഭയപ്പെടത്തില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ആ സാഹചര്യങ്ങളെ അങ്ങനെ അങ്ങ് ഫേസ് ചെയ്തേ ഒന്നിനും കുറവ് ജീവിതത്തിൽ വരത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കർത്താവ് നമുക്ക് ദാനമായി തന്നു. എന്ത് പ്രതികൂലമാണേലും അവിടെ കർത്താവുണ്ട്. ആ വിഷയത്തിൻ്റെ അകത്ത് കർത്താവുണ്ട്. കർത്താവ് വഴികളും വാതിലുകളും തുറന്നു വെച്ചിരിക്കുക. നമ്മൾ പലപ്പോഴും അത് കാണുന്നില്ലെന്നേ ഉള്ളൂ. കർത്താവ് തുറന്ന വാതിലുകൾ, ഒരിക്കലും അടയാത്ത വാതിൽ കർത്താവ് തുറന്ന, മനുഷ്യർ തുറന്നാൽ ചിലപ്പോൾ അടച്ചു കളയും, പക്ഷെ കർത്താവ് തുറന്നാൽ ഒരിക്കലും അത് അടഞ്ഞു പോകത്തില്ല. ഇവിടെ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ പറയാം, സ്വർഗസ്ഥനായ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമുക്കുണ്ട്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. ആ പിതാവ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇന്ന് എൻ്റെ മകന് ഇത് ആവശ്യമെന്ന് എൻ്റെ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നുണ്ട്. നമ്മളെ പോലെ തന്നെ അതിലുപരിയായി അറിയുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. ആ സ്വർഗത്തിൽ നമുക്കുണ്ടെന്നേ. ആ ധൈര്യത്തോടെ നിരുന്നേ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന, എൻ്റെ ആത്മീയമായും ഭൗതികമായും ശാരീരികമായും എൻ്റെ ഭവനത്തിൻ്റെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾ അറിയുന്ന, ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ എനിക്ക് ഉത്തരം തരുന്ന ഒരു പിതാവ്. ഞാൻ ഏത് വിഷയത്തിലൂടെ കടന്നു പോകുന്നോ ആ വിഷയത്തിൽ എന്നെ അത്ഭുതമാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു അപ്പൻ എനിക്ക് ഉണ്ടെന്നുള്ള ആ ധൈര്യവും ആ ബോധ്യവും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. പലവിധ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം, പക്ഷേ അവിടെയെല്ലാം എൻ്റെ
കർത്താവുണ്ട്. എനിക്ക് മുമ്പായി തൻ്റെ ദൂതനെ അയക്കും. ആ കർത്താവിന് പകരമായി ദൂതൻ നമ്മുടെ മുമ്പിൽ നടക്കും. നമുക്ക് വേണ്ടി വഴികൾ തുറക്കും. നമുക്ക് വേണ്ടി ചിലരോടൊക്കെ ദൂതൻ വാദിക്കും. നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ ദൂതൻ അവരോട് സംസാരിക്കും. അങ്ങനെ വഴികളും വാതിലുകളും നിങ്ങളുടെ മുമ്പിൽ തുറക്കും. നിങ്ങളൊരു അത്ഭുതമായി തീരും. നിങ്ങളുടെ ഭവനം ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല, നഷ്ടപ്പെട്ടു പോകത്തില്ല. ദേശത്ത് ലജ്ജിക്കപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുകയാണോ, കർത്താവ് ഉയർത്തി മാനിക്കും. ചില കാര്യങ്ങളൊക്കെ നടക്കാതിരിക്കുവാണോ, നടക്കുവെന്നേ. ചിലരൊക്കെ എതിരായിരിക്കുവാണോ, എതിരുകളെല്ലാം നീങ്ങിപ്പോവും. കർത്താവ് നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്നാ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അനുകൂലമായ ഒരു പിതാവ് എനിക്കുണ്ട്, സ്വർഗത്തിലൊരു അപ്പൻ ഉണ്ടെന്നുള്ള ആ ധൈര്യത്തോടെ പ്രശ്നത്തെ ഒന്ന് നേരിട്ടെ, പ്രതികൂലത്തെ ഒന്ന് നേരിട്ടെ. മനുഷ്യരെ അല്ല നമ്മൾ നേരിടുന്നത്, ആ വിഷയത്തെ നമ്മൾ നേരിടണം. മദ്യപാനമാണോ ഇന്ന് ഭവനത്തിൽ? മദ്യപാനത്തിന്റെ ആസക്തി കൊണ്ട് ചിലരൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട്, ഭാരപ്പെടുന്നുണ്ട്. ഇന്ന് ആ മദ്യപാനത്തിന്റെ എല്ലാ ശക്തികളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് മാറുക. മദ്യപാന ആ മകനെ വിട്ടു മാറും. അത്ഭുതം ജീവിതത്തിൽ നടക്കും കേട്ടോ. ഭാരപ്പെടേണ്ട, കർത്താവ് കൂടെയുണ്ട്. അസാധ്യമായിട്ടൊന്നുമില്ല. ഷീന പറഞ്ഞതുപോലെ അസാധ്യമായിട്ടൊന്നുമില്ല. ഗോഡ് നോസ് എവറിത്തിങ് ബിഫോർ ദ എൻഡ്. ഹി നോസ് എവറിത്തിങ് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്. എൻ്റെ കർത്താവിന് അവസാനം, ഈ കടന്നു പോകുന്ന ഏത് വിഷയത്തിലും എൻ്റെ കർത്താവ് അതിൻ്റെ അവസാനം കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഡു നോട്ട് ഫിയർ അബൌട്ട്, ഒന്നിനെ കുറിച്ചും ഭാരപ്പെടരുത്. ദൈവമക്കൾ ധൈര്യമായിട്ടിരുന്നേ, തല ഉയർത്തിപ്പിടിച്ച് തന്നെ ഒന്ന് നിന്നേ, ആ വിഷയങ്ങളെ ഒന്ന് ഫേസ് ചെയ്തേ. പലപ്പോഴും നമ്മുടെ മുമ്പിൽ മനുഷ്യർ നമ്മളെ എതിർക്കുന്ന പോലെ തോന്നും. മനുഷ്യരല്ല, അവരുടെ ഉള്ളിലിരിക്കുന്ന ഒരു ഈവിൾ സ്പിരിറ്റ് ഉണ്ട്. പലപ്പോഴും നമ്മൾ കാണാത്ത, നമുക്ക് മനുഷ്യരോടായിരിക്കും പലപ്പോഴും പ്രയാസങ്ങൾ തോന്നും. മനുഷ്യരല്ല, അവരുടെ ഉള്ളിലിരിക്കുന്ന. നിങ്ങൾ പ്രാർത്ഥനയിൽ യേശുവിൻ്റെ നാമം അധികാരം ഒന്ന് ഉപയോഗിച്ച് നോക്കി, ഒന്നിനും കുറവ് വരത്തില്ല. ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ചിന്തിപ്പിച്ച ഒരു വചനത്തിലോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുക. പല പ്രാവശ്യം ഈ വചനങ്ങളിലൂടെയൊക്കെ പോയെങ്കിലും പലപ്പോഴും വേറൊരു രീതിയിൽ കർത്താവ് എന്നോട് സംസാരിച്ച ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ആരോട് പറയാം? ആ വിഷയം ഉണ്ടല്ലോ, ആ വിഷയത്തിന് മുകളിലൊന്ന് നിങ്ങൾ എഴുതിക്കേ, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. അതിൻ്റെ അകത്ത് എൻ്റെ കർത്താവിനാണ് അധികാരം. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പലപ്പോഴും ഒത്തിരി പറഞ്ഞിട്ടുള്ളതാണ്, പല പെർസ്പെക്റ്റീവിലും ഇതിനെ പ്രസംഗിച്ചിട്ടുള്ള ഒരു വചനമാണ്. എന്നാൽ ഇന്ന് വേറൊരു ചിന്ത, വ്യത്യസ്തമായൊരു ചിന്ത കർത്താവ് ഉള്ളിൽ തരികയാണ്. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കാം. യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടുന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഇതുവരെ ഇത് അവനെ പരീക്ഷിപ്പാൻ അത്ര ചോദിച്ചത്. താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഗോഡ് നോസ് എവരിത്തിങ് ആൻഡ് ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. നോക്ക് അവിടെ ഒരു ചലഞ്ചാണ്, അവിടെ ഒരു വെല്ലുവിളിയാണ്. ഫിലിപ്പോസിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഈ ഇത്രയും വലിയൊരു പുരുഷാരമുണ്ട്, ഇവർക്ക് നാം എവിടുന്ന് അപ്പം വാങ്ങുമെന്ന്. അവിടെ കടയില്ല, അവിടെ ഒരു നല്ല ഗ്രോസറി സ്റ്റോർ ഇല്ല, അവിടെ ഒരു ഹോട്ടലില്ല, റെസ്റ്റോറൻ്റ് ഇല്ല, ഒന്നുമില്ല, വീടുകളില്ല. അവിടെ സാധ്യതകൾ എല്ലാം അടഞ്ഞ് ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, അങ്ങനെ സാധ്യതകൾ അടഞ്ഞിരിക്കുന്ന സ്ഥലത്തും എൻ്റെ കർത്താവിന് അത്ഭുതകരമായ വഴി തുറക്കാൻ പറ്റും. അവിടെ നോക്ക്, അവിടെ എഴുതിയിരിക്കുകയാണ്, തന്നെ പരീക്ഷിച്ച് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ കടന്നു പോകുന്ന ഏത് വിഷയത്തിൻ്റെ അകത്തും ദാറ്റ് ഇസ് എ ചാലഞ്ച്, ഒരു വെല്ലുവിളിയാണ്. ഗോഡ് നോസ് ദ ഔട്ട്കം. അവിടെ എന്നെ എഴുതിയിരിക്കുന്ന വാക്കാണ്, എന്നെ ഏറ്റവും കൂടുതൽ താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അറിയുന്നു. താൻ എന്ത് ചെയ്യാൻ പോകുന്നു. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷയത്തിൽ ദൈവത്തിൻ്റെ ഒരു ഹാൻഡ് അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ അകത്ത്, ആ വെല്ലുവിളിക്കകത്ത് ഗോഡ് നോസ് ഹൗ ടു ബ്രിങ് യു ഔട്ട്. അതിൽ നിന്ന് നിങ്ങളെ എങ്ങനെ പുറത്ത് കൊണ്ടുവരണമെന്ന് കർത്താവ് അറിയാം. നമ്മൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആവും, കാരണം നമ്മൾ പലപ്പോഴും വെറി ചെയ്യും. ഇന്നാരോട് പറയാം, സ്റ്റോപ്പ് വെറി. നിങ്ങളൊന്ന് ഭാരപ്പെടുന്നത് ഒന്ന് നിർത്തിക്കേ. സ്റ്റോപ്പ് വെറിങ്. അതിനെക്കുറിച്ച് ആകുലപ്പെടുന്നത് ഒന്ന് നിർത്തിക്കേ. ആ വിഷയത്തിൽ ഭയപ്പെടുന്നത് ഒന്ന് നിർത്തിക്കേ. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ഒരു ദൈവമക്കളോട് പറയാം, ദൈവമക്കളുടെ ജീവിതത്തിൽ വരുന്നത് ഒന്നും ഒരിക്കലും ദോഷത്തിനായിട്ടല്ല, സകലതും നന്മയ്ക്കായി. ദൈവവചനം പറയുകയാണ്, റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും, പറഞ്ഞ സകലതും. എൻ്റെ ജീവിതത്തിൽ അവിടെ വരുന്ന
വരുന്ന ഒന്ന് പ്രവചിച്ച് എന്നെ കേൾക്കുന്നവരെന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന സകലതും എനിക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതിൻ്റെ അകത്തുനിന്ന് നോക്ക്, അതിന് ആ മാറായ മധുരമാക്കാൻ എൻ്റെ കർത്താവിന് പറ്റുമെങ്കിൽ അത് എത്ര കയ്പുള്ള അന്തരീക്ഷമാണെങ്കിലും, എത്ര പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിലും, എത്ര വലിയ കൊടുങ്കാറ്റാണെങ്കിലും അതിൻ്റെ അകത്ത് ശാന്തത കൊണ്ടുവരാൻ, അതിൻ്റെ അകത്ത് സമാധാനം കൊണ്ടുവരാൻ, അതിൻ്റെ അകത്ത് നിന്നെ ബലപ്പെടുത്താൻ, അതിൻ്റെ അകത്ത് നിന്നെ ശക്തീകരിക്കുവാൻ, അതിൻ്റെ അകത്ത് നിന്നെ പുറത്തു കൊണ്ടുവരാൻ, അതിൻ്റെ അകത്ത് നിനക്ക് സൗഖ്യം തരുവാൻ, അതിൻ്റെ അകത്ത് അത്ഭുത വഴി തുറക്കുവാൻ എൻ്റെ കർത്താവിനുണ്ട്. അറിയാം, എൻ്റെ കർത്താവിനറിയാം. ഗോഡ് ഹാസ് വേസ് ആൻഡ് ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ഇവിടെ നോക്ക്, പരീക്ഷിച്ച് ചോദിക്കുകയാണ്. കർത്താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ അവസാനം അറിയുന്ന നല്ലൊരു കർത്താവ് എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഗോഡ് നോസ് എവരിത്തിങ് ഫ്രം ദ ബിഗിനിങ്. നമ്മൾ ഈ ദൈവവചനം മുഴുവൻ വായിക്കുമ്പോൾ മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൽ നോക്ക്, യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടപ്പോൾ പലരും പല കാര്യങ്ങൾ പറഞ്ഞു. ഇത് ബത്സബൂലിനെ കൊണ്ടാണ് ഇവൻ ചെയ്യുന്നത് എന്നൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞു. അവിടെ എഴുതിയിരിക്കുകയാണ്, 12-ന്റെ 25-ാം എഴുതിയിരിക്കുകയാണ്, അവരുടെ നിരൂപണം അറിഞ്ഞു. നമ്മുടെ ഹൃദയത്തിൽ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ ഗോഡ് നോസ് ദ ഇന്നർ കോർ, അതിൻ്റെ ഏറ്റവും ഉള്ള് എൻ്റെ കർത്താവിനറിയാം. എല്ലാം കർത്താവ് അറിയുന്നുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, ആ വേദന കർത്താവിനറിയാം, ആ വെല്ലുവിളി കർത്താവിനറിയാം, നീ ഭയപ്പെട്ടിരിക്കുന്ന വിഷയം കർത്താവിനറിയാം. കർത്താവ് പരിഹാരം കണ്ട് നോക്ക്, അതിന് വേണ്ടത് കർത്താവ് ചെയ്തിട്ട് സകലതും നിവർത്തിച്ചിട്ട് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് എൻ്റെ കർത്താവ് ഇരിക്കുകയാണ്. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. എൻ്റെ കർത്താവ് ഹി ഈസ് സീറ്റഡ് ഇൻ ഹെവൻലി റെലംസ്. നോക്കുക, സ്വർഗീയ തലങ്ങളിൽ കർത്താവ് ഇരിക്കുകയാണ്. നോക്ക്, എന്നിട്ട് ഒരു നാമവും കൂടെ എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുകയാണ്, യേശുവിൻ്റെ നാമം. ആ നാമം അത്ഭുതം കൊണ്ടുവരുന്ന നാമമാണ്. ആ നാമത്തിന് മുമ്പിൽ എല്ലാ മുട്ടും മടങ്ങും. ഇവിടെ എഴുതിയിരിക്കുകയാണ് അവരുടെ നിരൂപണങ്ങൾ. നമ്മുടെ ഹൃദയത്തിൽ കൂടെ നോക്ക്, ഒരു വിഷയത്തിൽ കടന്നു പോകുമ്പോൾ എന്തൊക്കെ ചിന്തകളായിരിക്കും നമ്മുടെ ഉള്ളിൽ വരുന്നത്, അല്ലേ? നമ്മളെ ഭയപ്പെടും, നമ്മളെ എന്തായി തീരുമെന്ന്, ഇവിടെ ഞാൻ എന്താണ് സംസാരിക്കേണ്ടത്, ഇവിടെ ആരോട് ഞാൻ സംസാരിക്കും, ഇങ്ങനെയൊക്കെ ഒത്തിരി ചിന്തകളും. പക്ഷെ ആ നിരൂപണങ്ങൾ പോലും എല്ലാം കർത്താവിന് അറിയാം. ഇന്ന് ഷീന പ്രാരംഭത്തിൽ വായിച്ചതുപോലെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന, ചോദിക്കുന്നതിന് മുമ്പ് പോലും ഞാൻ നിങ്ങൾ ഒരു സ്കാനിങ് മെഷീനിൽ കിടക്കുന്നത് പോലെ കിടക്കുകയാണ്. എൻ്റെ ഹൃദയം എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ, എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ ചിന്ത, ഓരോ നിരൂപണങ്ങളും എൻ്റെ കർത്താവിന് നല്ലവണ്ണം അറിയാം. അതിന് പരിഹാരം ഓൾറെഡി കർത്താവ് കണ്ടിട്ടുണ്ട്. സോ ഡു നോട്ട് വെറി. നോക്ക്, ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അവിടെ വായിക്കുമ്പോൾ അവിടെ ശബത്ത് നാളിൽ ഒരുവനെ സൗഖ്യമാക്കുകയാണ് കർത്താവ്. അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചേ. അവരുടെ വിചാരം അറിഞ്ഞിട്ട് അവർ പറയാം, ഇന്ന് അവരുടെ മനസ്സിൽ അവർ പറഞ്ഞുകൊണ്ട്, ഇന്ന് ശബത്ത് നാളാണ്, ശബത്ത് നാൾ ഇവൻ എന്തെങ്കിലും ചെയ്യുവോ എന്ന് നമുക്ക് നോക്കണം എന്നൊക്കെ അവർ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ ലൂക്കോസ് 6:8 എഴുതിയിരിക്കുകയാണ്, അവരുടെ വിചാരം അറിഞ്ഞിട്ട് വരണ്ട കൈയുള്ള മനുഷ്യനോട് പറയുകയാണ്, നിന്റെ കൈ നീർക്ക്. നോക്ക്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഈ ന്യായപ്രമാണമൊക്കെ പറയുന്നു, പക്ഷേ നോക്ക്, കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ശബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവനെ രക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നത് ഏത് വിഹിതം എന്ന് ചോദിച്ചു. നോക്ക്, എൻ്റെ വിചാരങ്ങളല്ല, എന്നെ പോലെ അല്ല എൻ്റെ കർത്താവിൻ്റെ വിചാരങ്ങൾ. കർത്താവിൻ്റെ വിചാരങ്ങളും ചിന്തകളും നമ്മുടെ വിചാരങ്ങളെക്കാളും ചിന്തകളെക്കാളും ഉയർന്നവയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ കൂടെ പോകുന്ന എന്നാ പറയുന്ന ഒരു വിചാരം, അല്ലെങ്കിൽ ഒരു ഭയത്തിൻ്റെ ഒരു ഡെസിമൽ, അതിനെ നല്ലവണ്ണം ഗ്രഹിക്കുന്ന ഒരാൾ. എനിക്ക് ഏറ്റവും വലിയ, നമുക്ക് ഈ പ്രഭാതത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം, നമുക്ക് നമ്മളെ അറിയാവുന്നതിലും നല്ലവണ്ണം എൻ്റെ കർത്താവിനെ അറിയാം. നമുക്ക് വി നോ അവർ യെസ്റ്റർഡേ ആൻഡ് ടുഡേ, ബട്ട് ഗോഡ് നോസ് അവർ ടുമോറോ. എൻ്റെ നാളെയും അറിയാം. ഇന്ന് നോക്ക്, എൻ്റെ നാളുകളിൽ ഞാൻ എന്തിൽ കടന്നു പോകുന്നോ അതിൻ്റെ കൂടെ വിടുതൽ കണ്ടിട്ടാണ് കർത്താവ് ഇരിക്കുന്നത്. സോ ഡു നോട്ട് വെറി. പ്രൈസ് ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയാം, എൻ്റെ കർത്താവ്, അതിന് പൂർണ്ണ അധികാരം, പൂർണ്ണ ശക്തി എൻ്റെ കർത്താവിനാണ്. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നോക്ക്, ഈ കർത്താവിന് നമ്മുടെ വിശ്വാസത്തെ അറിയാം. നമുക്ക് അവിശ്വാസം ഇടയ്ക്ക് വരുമോ? നമുക്ക് ഈ നിരാശയൊക്കെ വരുമ്പോൾ, ഭയമൊക്കെ വരുമ്പോൾ, അയ്യോ എന്തായി തീരുമെന്ന് അവിശ്വാസം. പലപ്പോഴും കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിച്ചില്ല?
നിങ്ങളെ ഈ വേർ ഡിഡ് ദിസ് അൺബിലീഫ് കെയിം ഫ്രം? എവിടെ നിന്നാണ് ഈ അവിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ കടന്നു വന്നത്? കർത്താവ് നോക്ക്, അവരുടെ ഉള്ളിൽ അത് വരുമ്പം തന്നെ എൻ്റെ കർത്താവിന് അറിയാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന് 24-ാമത്തെ വാക്യത്തിൽ യേശു പറയുകയാണ്, യേശു എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചു. യേശു അവരുടെ ഉള്ളിൽ കൂടെ പോകുന്ന എല്ലാ അവിശ്വാസത്തെ അറിയുന്നു. നമ്മുടെ അവിശ്വാസത്തെ അറിയാം, നമ്മുടെ വീക്ക്നെസ്സിനെ കർത്താവിനെ അറിയാം, നമ്മുടെ സ്ട്രെങ്തിനെ കർത്താവിനെ അറിയാം. ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും പറയാം, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന, കർത്താവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം വിട്ടുകളഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ ഡു നോട്ട് ഫിയർ, സ്റ്റോപ്പ് വെറിയിങ്. നിങ്ങളുടെ ഭാരപ്പെടുന്ന ഒന്ന് നിർത്തിക്കേ. ആൻഡ് ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. എല്ലാം അങ്ങോട്ട് അങ്ങ് ഏൽപ്പിച്ചാൽ മതി. ആ ധൈര്യത്തിൽ അങ്ങോട്ട് അങ്ങ് ഏൽപ്പിച്ച് നടന്നാൽ മതി. ഇത്രയും വലിയൊരു കർത്താവിൻ്റെ കയ്യിലോട്ട് വീഴുന്നത് എത്ര വലിയ ഭാഗ്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഈ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. കർത്താവ് ആ യോഹന്നാൻ കർത്താവിൻ്റെ മാർവിൽ ചാരിയതുപോലെ ആ മാറത്ത് ഒന്ന് ചാരി ഇരുന്നാൽ മതി. പ്ലീസ് ബി വിത്ത് ഹിം, ഹാവ് എ പേഴ്സണൽ റിലേഷൻ. ഞാൻ പറയാം, വ്യക്തിപരമായ ഒരു റിലേഷൻ. രാവിലെ കർത്താവുമായിട്ട് സംസാരിക്കാൻ തുടങ്ങണം, പകൽ സംസാരിക്കാൻ തുടങ്ങണം. നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ കർത്താവുമായിട്ട് സംസാരിക്കാൻ തുടങ്ങണം. ആൻഡ് ഹി വിൽ ഓപ്പൺ ഹിസ് ഹാർട്ട് ഫോർ യു. നോക്ക്, ആ കർത്താവ് തൻ്റെ ഹൃദയം തുറന്ന് എനിക്കും നിങ്ങൾക്ക് പകർന്നു തരും. ആൻഡ് കർത്താവിനെ കൂടുതൽ കൂടുതൽ വെളിപ്പെട്ട് കിട്ടുവോളം അസാധാരണമായ ധൈര്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും. ഏത് വിഷയത്തെയും ഫേസ് ചെയ്യാൻ അവിടെ വിളിച്ചു പറയും, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ഇതിൻ്റെ മേലെല്ലാം എൻ്റെ കർത്താവിനെ കൺട്രോൾ. കർത്താവിനെ അറിയാവുന്ന എല്ലാം. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. 38 വർഷമായി തളർന്നു കിടന്ന ഒരുവന്റെ അടുത്തോട്ട് എൻ്റെ കർത്താവ് ചെല്ലുകയാണ്. യെരുശലേമിൽ ആട്ടുവാതിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കർത്താവ് കുളക്കരയിൽ തളർന്നു കിടന്ന ഒരു വ്യക്തിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാം ഷീന. അവൻ കിടക്കുന്നത് യേശു കണ്ടു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞ്. നോക്ക്, ഗോഡ് ന്യൂസ്. നോക്ക്, അവിടെ ആ കൊളക്കരയിൽ കിടക്കുന്ന ഒരാൾ, ഞാൻ പലപ്പോഴും പറയും, കൊലക്കരയിൽ കിടക്കുന്ന ആളുടെ അടുത്തോട്ടല്ല യേശു ചെന്നേ. യേശു ആ ക്യൂവിൻ്റെ ഏറ്റവും പുറകുവശത്തോട്ട് ചെന്നു. നോക്ക്, അവനൊന്ന് മുമ്പിൽ വരാൻ പോലും സാധ്യതയില്ല. കുളത്തിൽ ആദ്യം ഇറങ്ങുന്ന ആളെ സൗഖ്യമാകത്തുള്ളൂ. നോക്ക്, അവനങ്ങ് പിന്നിൽ കിടക്കാണ്. ഏറ്റവും ആ ലൈനിൻ്റെ പുറകിലോട്ട് അവൻ വളരെ നാളായി ഇങ്ങനെ കിടക്കുന്നു എന്ന് അറിഞ്ഞു. നിങ്ങളുടെ സാഹചര്യം എത്ര പഴയതാണെങ്കിലും, നിങ്ങൾ കടന്നു പോകുന്ന വിഷയം എത്ര പഴകിയതാണെങ്കിലും, പ്രൈസ് കർത്താവിന് അതിൻ്റെ അകത്തുനിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഗോഡ് നോസ്. എൻ്റെ കർത്താവിന് അറിയാം, ഇത് ഒത്തിരി നാളായി, ഇതിന് വിടുതൽ കൊടുത്തേ മതിയാകത്തുള്ളൂ, ഇതിന് സൗഖ്യം, വേറെ സാധ്യതയൊന്നുമില്ലാതെ അവൻ കിടക്കുകയാണ്. ഇന്ന് ആരോട് ഞാൻ ഐ എം സ്പീക്കിംഗ് ടു സമ്മൺ കേട്ടോ. ഞാൻ ആരോടൊക്കെയോ ഇന്ന് സംസാരിക്കുകയാണ്. പ്ലീസ്, ഒരു സാധ്യതയും ഇല്ലാതെ വഴികൾ അടഞ്ഞ് എന്ത് ചെയ്യും, ആരും എന്നെ സഹായിക്കാനില്ലല്ലോ, ഈ പ്രതികൂലത്തിൽ ഞാൻ എങ്ങനെ ഇതിനെ തരണം ചെയ്യുമെന്ന് ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ പറയട്ടെ, ഈ ദൈവവചനം എനിക്ക് തരുന്ന ഏറ്റവും വലിയ ധൈര്യവും ഉറപ്പും എന്നാണെന്ന് അറിയാമോ? ഗോഡ് ഈസ് ഇൻ കൺട്രോൾ ആൻഡ് ഹീ നോസ് എവരിത്തിങ്. എല്ലാ കാര്യങ്ങളും കർത്താവിന് അറിയാൻ മേലാത്തതൊന്നുമില്ല. ഞാൻ കടന്നു പോകുന്ന വെല്ലുവിളി, സ്ട്രെങ്ത്, എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയം അടുത്ത് ഒരു പ്രാവശ്യം ഇടിക്കുമ്പോൾ എൻ്റെ കർത്താവിന് അറിയാം. എൻ്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പുകൾ കർത്താവിന് അറിയാം. എൻ്റെ ടെൻഷൻ അറിയാം, എൻ്റെ പെയിൻ കർത്താവിന് അറിയാം. നമ്മൾ ചിലരും പറയുമല്ലേ, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ നമ്മൾ ചില വാക്കുകളൊക്കെ പലപ്പോഴും പറയും. ആർക്കും എന്നെ പിടികിട്ടുന്നില്ല. മനുഷ്യർക്ക് നമ്മളെ പിടികിട്ടണമെന്നില്ല, പക്ഷെ പിടികിട്ടുന്ന, ഞാൻ എന്താണോ അതുപോലെ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കർത്താവുണ്ട്. ആൻഡ് ഹീ ഈസ് റിയൽ. ആ കർത്താവ് റിയൽ ആകട്ടോ. ഹീ ഈസ് റിയൽ, ഹീ ഈസ് റിയൽ. അവനിൽ ആശ്രയം വെച്ചിട്ടുണ്ടോ നിങ്ങൾ ലജ്ജിക്കാൻ സമ്മതിക്കത്തില്ല. നോക്ക് ഈ ദൈവവചനത്തിൽ ഒത്തിരി ഭാഗത്ത് എഴുതിയിരിക്കുകയാണ് ഗോഡ് നോസ്. നോക്ക്, തൻ്റെ ശരീരത്തെക്കുറിച്ചും നിങ്ങൾ എൻ്റെ യു വിൽ ഈറ്റ് മൈ ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്ന് പറയുമ്പോൾ പ്ലീസ് കർത്താവ് അവരെല്ലാം ഇങ്ങനെ ചിന്തിച്ചു, ഇത്രയും ഭയങ്കര കഠിന വാക്ക് ഇവൻ പറയുന്നല്ലോ എന്ന് ചിന്തിച്ചു. നമ്മൾ കാണുകയാണ് ജോൺ 6 നമ്മൾ കാണുകയാണ്. ജോൺ 6:61 നമ്മളൊരു വാക്ക് കാണുകയാണ്. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട്, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവല്ലോ. നോക്ക്, ശിഷ്യന്മാർ തമ്മിൽ പിറുപിറുക്കത്തപ്പോൾ കർത്താവിന് മനസ്സിലായി, കാര്യം അറിഞ്ഞു. നമുക്ക് ഇടയ്ക്ക് പെറുവെറുപ്പൊക്കെ വരത്തില്ലേ?
അയ്യോ ഇതെന്നാ ഇങ്ങനെ വരുന്നത്, ഇതെന്താ ഇങ്ങനെ നടക്കാത്ത, ഇതെന്താ സംഭവിക്കുന്നത്, എന്താ കർത്താവ് എന്നെ കൈവിട്ടതാണോ, എന്തുകൊണ്ടാണ് ഈ ഡിലേ, എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആ ശിഷ്യന്മാർ തമ്മിൽ പെറുപെറുത്തപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, അതിനെ ചൊല്ലി പെറുപെറുത്തു. യേശു തന്നിൽ തന്നെ അറിഞ്ഞു. നമ്മുടെ ഓരോ സ്പന്ദനവും എൻ്റെ കർത്താവിന് അറിയാം, തന്നിൽ തന്നെ അറിയാം കർത്താവിന്. ഹി നോസ്. ഈ 800 കോടി ജനത്തെയും എൻ്റെ കർത്താവിന് അറിയാം. 800 കോടി ജനത്തിൻ്റെ ചിന്തകൾ എൻ്റെ കർത്താവിന് അറിയാം. ഹി നോസ് എവരിത്തിങ്. ഹി നോസ് ദ എൻഡ് ബിഫോർ ദ ബിഗിനിങ്. ആദ്യം തന്നെ എൻ്റെ കർത്താവിനെ അറിയാം. സോ ഡു നോട്ട് വെറി. അതുകൊണ്ട് പറയട്ടെ പ്രീസ, ആ കർത്താവിൻ്റെ കയ്യിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. അതുകൊണ്ട് ഒന്നിനും വെറി ചെയ്യേണ്ട ആവശ്യമില്ല. നോക്ക്, യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട്. നോക്ക്, ഗോഡ് നോസ് ദ ടൈം. ആരോട് പറയാ? ഗോഡ് നോസ് ദ ടൈം. അവൻ ദൈവവചനം പറയാണ് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന്. ഹി നോസ് ദ ടൈമിങ്. താൻ ആ സമയം അറിഞ്ഞു. നോക്ക്, ഇനിയും ഞാൻ എന്തിനാണോ ഈ ഭൂമിയിലേക്ക് പിതാവ് എന്നെ അയച്ചത്, ആ ദൗത്യത്തിന്റെ ഒരു പൂർത്തീകരണത്തിന്റെ സമയമായി എന്ന് തനിക്ക് മനസ്സിലായി. ഹി നോസ് എവരിതിങ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ തന്നോട് ചോദിപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിഞ്ഞ് യേശു അവരോട് പറഞ്ഞു. ഈ നോക്ക്, താൻ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നു, ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിഞ്ഞ് യേശു അവരോട് കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കാണും. തൻ്റെ മരണത്തിനും അതിന് ശേഷമുള്ള ഉയർപ്പിനെയും കുറിച്ച് കർത്താവ് പറയുകയാണ്. എല്ലാം കർത്താവിന് അറിയാം. ഞാൻ ഇന്ന് എന്നെ ദൈവം കേൾക്കുന്ന കർത്താവിന് അറിയാൻ മേലാത്ത ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? തൻ്റെ മടങ്ങി വരാൻ. പ്രൈസ് ദി ലോർഡ്. അതിന് കർത്താവ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ പറയുകയാണ്, എല്ലാം പിതാവിൻ്റെ അധികാരം. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, എല്ലാം പിതാവിൻ്റെ അധികാരത്തിൽ. എപ്പം രാജ്യം യഥാസ്ഥാനപ്പെടുത്തും, എപ്പോഴായിരിക്കും മടങ്ങി വരുന്നത്, പിതാവ് തീരുമാനിക്കും. ആ ഡിസിഷൻ മാത്രം പിതാവിൻ്റെയാണ്. പിതാവ് തീരുമാനിക്കും പുത്രനെ എപ്പോഴാണ് വീണ്ടും തൻ്റെ മക്കളെ ചേർക്കാൻ വേണ്ടി, മടക്കി ചേർക്കാൻ വേണ്ടി, മടക്കി കൈക്കൊള്ളാൻ വേണ്ടി പുത്രനെ എപ്പോഴാണ് അയക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും പറയാം, ആ ധൈര്യവും ബോൾഡ്നെസ്സും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഒന്ന്, ഈ ലോകത്തിലെ എൻ്റെ മുഴുവൻ കാര്യങ്ങളും എൻ്റെ കർത്താവിനെ അറിയാം. എൻ്റെ ഉത്തരവാദിത്വം പ്ലീസ് ആ കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി ഓരോ ദിവസവും ഒരുക്കത്തോടെ നടക്കുന്നതാണ്. പ്ലീസ് എന്നെ ചേർക്കാൻ ഒരു ദിവസം, ആ ദിവസം മാത്രം എൻ്റെ കർത്താവിനെ അറിയത്തില്ല. എന്ന് വരും, എപ്പോൾ വരും, ആ നാഴിക എപ്പോൾ സംഭവിക്കും എന്ന് മാത്രം എൻ്റെ കർത്താവിനെ അറിയത്തില്ല. ബാക്കിയെല്ലാം ഹി നോസ്. പിതാവ് അയക്കുന്ന ആ സമയത്ത് എനിക്ക് ഒരു കാര്യം ഞാൻ പറയാം, ഹി വിൽ കം ബാക്ക്. എൻ്റെ കർത്താവ് മടങ്ങി വരും. ഈ ലോകത്തിലെ ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. പ്ലീസ്, ഈ ലോകത്തിലെ ഒന്നിനെയും കണ്ട് ഭയപ്പെടരുത്. എല്ലാം എൻ്റെ കർത്താവിനെ അറിയാം. സ്റ്റോപ്പ് വെറിയിങ്. ഇന്ന് ഞാൻ തലക്കെട്ടിട്ടത് അതാണ്, സ്റ്റോപ്പ് വെറിയിങ്. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. എൻ്റെ കർത്താവിനാണ് പൂർണ്ണ അധികാരം. എൻ്റെ കർത്താവിനാണ്. പ്ലീസ്, ആ വിഷയത്തിൻ്റെ അകത്ത് ജസ്റ്റ് വി ഹാവ് ടു ബിലീവ്. കർത്താവ് വിശ്വസിച്ച് ഒന്ന് കടന്നൊന്ന് വിശ്വസിച്ച്, ഇല്ല കർത്താവ് പ്രവർത്തിക്കും, ഇതിൻ്റെ അകത്ത് എനിക്ക് വേണ്ടി ഒരു വാതിൽ കർത്താവ് തുറക്കും. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാം. ആ വിഷയത്തിന് മുകളിലോട്ട് അങ്ങ് എഴുതണം, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ഇന്ന് ഞാൻ കടന്നു പോകുന്ന ഒരു കാര്യമില്ലേ, അതിൻ്റെ അകത്തും ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. നോക്ക്, ചില സമയത്ത് നമുക്ക് വെറി വരുമോ. ഇന്ന് എനിക്കൊരു ചലഞ്ചുണ്ട്, എനിക്ക് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം ഞാൻ രാത്രി 2 മണി ആയപ്പോഴത്തേക്ക് ഉണർന്ന് വെറുതെ ഉറക്കം കാണും. ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ച് കിടക്കാണ്. നോക്ക്, എൻ്റെ കർത്താവ് ഇതിൻ്റെ എല്ലാം വിടുതൽ കണ്ടിട്ട് കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുക. ഐ നോ ഹൗ ടു ഡു ഇറ്റ് ഇൻ എ ബെറ്റർ വേ. നമ്മൾ അതിങ്ങനെ പറയണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ അവർ പറഞ്ഞാൽ ഇങ്ങനെ പറയണം എന്നൊക്കെ നമുക്ക് ഒത്തിരി പ്ലാനുകളുണ്ട്. പക്ഷേ നോക്കാൻ അതിൻ്റെ എല്ലാം അപ്പുറം കണ്ടിട്ട് കർത്താവ് ആ സിംഹാസനത്തിൽ എന്ത് ചെയ്യാണ്? ഇരിക്കുകയാണ്. വേറൊരു വചനമുണ്ട്, സിംഹാസനത്തിൽ ഇരിക്കുന്നു ചിരിക്കുന്നു. നമ്മളൊക്കെ വെറിയൊക്കെ അടിക്കുമ്പോൾ എന്തിനാ ഇവൻ ഭയപ്പെടുന്നത്? ഞാനില്ലേ
ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ വെറും കഥയാണോ? ഒന്നും വെറുതെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയും പലപ്പോഴും ഇത് നുണപുസ്തകമല്ല, ഇത് സത്യവേദ പുസ്തകമാണ്. ദിസ് സ്പീക്സ് ദ ട്രൂത്ത്. ഇതിൻ്റെ അകത്ത് സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ അകത്ത് സൊല്യൂഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പ്ലീസ്, ഇതിൻ്റെ അകത്ത് ആകുലതകളല്ല പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ, മറ്റൊരുവനിലും രക്ഷയില്ല. രക്ഷപ്പെടാൻ ഒറ്റ നാമം, ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, ആൻഡ് ഇറ്റ് ഈസ് ദ നെയിം ഓഫ് ജീസസ്. ആ കർത്താവിൻ്റെ നാമത്തെ കൊണ്ട് നടക്കുന്ന മക്കളെ ലജ്ജിക്കത്തില്ല. എത്ര വലിയ വിഷയമാണെങ്കിലും, പ്ലീസ്, ആ വിഷയം എത്ര വലിപ്പമേറിയതാണെങ്കിലും God is in control. എൻ്റെ കർത്താവിന് വിടുവിക്കാൻ മേലാത്ത ഒരു വിഷയവുമായിട്ട് ഈ പ്രഭാതത്തിൽ ആരും എന്നെ കേൾക്കുന്നില്ല. സോ ലെറ്റ് us pray. ആ ധൈര്യമായിരിക്കണം. അതുകൊണ്ട് വെറി ചെയ്യുന്നതൊക്കെ നിർത്തി, രാത്രി ഉറക്കമൊക്കെ ഉടന്ന് ചുമ്മാ അതും ഇതുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഇതെല്ലാം സോൾവ് ചെയ്യാൻ നോക്കുക. ഒരാൾ സോൾവ് ചെയ്തിട്ട് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. He has solved it. എൻ്റെ കർത്താവ് അത് സോൾവ് ചെയ്തു. തക്ക സമയമാകുമ്പം ആ ഡെലിവറൻസ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി റീച്ച് മീ. ഇത് മക്കൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. അതായിരിക്കണം എൻ്റെ ബോൾഡ്നെസ്. ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിൻ്റെ അവകാശിയാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയാണ്. ഞാൻ മകനായതുകൊണ്ട് എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ, എനിക്ക് തന്നേ പറ്റത്തുള്ളൂ. ദാറ്റ് ഇസ് മൈ ബർത്ത് റൈറ്റ്. ഞാൻ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണോ? എനിക്ക് ബർത്ത് റൈറ്റ് ഉണ്ട്. എനിക്ക് ബർത്ത് റൈറ്റ് ഉണ്ട്. ആ ബർത്ത് റൈറ്റ് ആണ് ഞാൻ ദൈവത്തിൻ്റെ അവകാശി, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശി. അങ്ങനെയാണെങ്കിൽ എൻ്റെ കർത്താവ് തന്നേ പറ്റത്തുള്ളൂ. സോ എല്ലാം അറിയുന്ന, ഓൾ നോയിങ് ഗോഡ്, എല്ലാം അറിയുന്ന, എൻ്റെ മനസ്സിലൊരു ചിന്ത വരുമ്പോൾ ആ ചിന്ത എന്നാണെന്ന് എൻ്റെ കർത്താവിനെ അറിയാം. സോ ഒന്നും ഭാരപ്പെടേണ്ട, ഒന്നും ഭയപ്പെടേണ്ട. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. എൻ്റെ കർത്താവിന് ആണ് പൂർണ്ണ അധികാരം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എൻ്റെ കർത്താവിനാണ്. ആ ധൈര്യമായിട്ട് ദൈവമക്കൾ തല ഉയർത്തി തന്നെ പിടിച്ചോണം. തല ഉയർത്തി പിടിക്കുന്ന അഹങ്കാരമല്ല, പ്രാഗൽഭ്യമാണ്. എനിക്ക് ധൈര്യമാണ്. എനിക്കൊരാൾ ഉണ്ട് എന്ന്, എൻ്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ശക്തിയുള്ള ഒരു കർത്താവ് എനിക്കുണ്ട്. I have a God. I have a father. He is my father. എൻ്റെ പപ്പായാണ്. എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എന്നെ ചേർത്ത് പിടിക്കുന്ന അങ്ങനെ ഒരു കർത്താവ് എനിക്കുണ്ട്. സോ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ലെറ്റ്സ് പ്രേ. യേശുവേ സ്തോത്രം കർത്താവ്. ഇന്നത്തെ ദിവസത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. ഇത്രത്തോളം നടത്തിയ വിധങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. നന്ദി കർത്താവേ, സ്തോത്രം പറയുന്നു. ഇന്ന് കേട്ടതുപോലെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു പിതാവ് ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് ധൈര്യം ഞങ്ങൾക്ക് തന്നിരിക്കുക. സ്തോത്രം. ഈ ലോകത്ത് ഞങ്ങളെ വഴി നടത്താൻ പരിശുദ്ധാത്മാവിനെ ആക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ദൂതന്മാർ ഞങ്ങൾക്ക് കാവലുണ്ട്. ഞങ്ങളുടെ ഏത് വിഷയത്തിലും ഞങ്ങൾ ഭാരപ്പെടാതെ, വിചാരപ്പെടാതെ ആ യേശുവിൻ്റെ നാമം പറയുമ്പോൾ അവിടെ അത്ഭുതം നടക്കും. ഇന്ന് വ്യക്തികളെ തൊടണമേ. ഹല്ലേലൂയ. അവർ കടന്നു പോകുന്ന എല്ലാ വിഷയങ്ങളിലും എൻ്റെ കർത്താവിൻ്റെ കാര്യം തൊട്ട് അവരെ സൗഖ്യമാക്കി, അവരെ വിട്ടുവെച്ച് വഴികളും വാതിലുകളും അവരുടെ മുമ്പിൽ തുറന്ന് അവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ലോകത്തിൽ ഉന്നതരും ക്രിസ്തുവിൽ പ്രസിദ്ധരുമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവിൻ്റെ മഹത്വത്താൽ ഓരോ വ്യക്തികളും നിറയട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. അത്ഭുതം അവരുടെ ജീവിതത്തിൽ നടക്കട്ടെ. ഇന്ന് രോഗികളായിട്ട് ഭാരപ്പെടുന്നവർ, കയ്യിൽ വലിയ വേദനയും നീരുമായിട്ടിരിക്കുന്ന വ്യക്തിയെ കർത്താവ് തൊടുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാട്ടെ. ചില സർജറികളൊക്കെ നീങ്ങിപ്പോവുക യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. യൂട്രസിൻ്റെ അകത്തെ ആ മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ ഉരുകി മാറട്ടെ. ഇപ്പോൾ തന്നെ വിടുതൽ നടക്കട്ടെ. ഹല്ലേലൂയ. കത്തി തൊടാൻ കർത്താവ് അനുവദിക്കത്തില്ല. എൻ്റെ കർത്താവിൻ്റെ മഹത്വം ഓരോ മക്കളുടെ മേലും ഹല്ലേലൂയ തൊടുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ലാലി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുക. നിന്റെ മകളുടെ മേലുള്ള അലർജി രോഗത്തെ യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ ശാസിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ കാര്യം തൊടണമേ. ആ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ എൻ്റെ കർത്താവ് വഴികളും വാതിലുകളും തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ്, കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞവൻ കൂടെ ഇരുന്ന് അത്ഭുതമാക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവ്. കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ ശാരീരികമായ എല്ലാ ബലഹീനതകളും യേശുവിന്റെ
നാമത്തിൽ ഇപ്പോൾ തന്നെ മാറട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ വിടുതൽ ഉണ്ടാകട്ടെ. സൗഖ്യമാകട്ടെ. ഹാർട്ടിന്റെ വാൽവിന്റെ ലീക്ക് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുന്നത് ദൈവാത്മാവെന്നെ കാണിക്കുന്നു. ഒരു കുഞ്ഞിനെ കർത്താവിനെ കാണിക്കുകയാണ്. വാൽവിന് ലീക്കുള്ള ഒരു കുഞ്ഞിനെ കർത്താവിനെ കാണിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. എല്ലാ അലർജികളും സൗഖ്യമാകട്ടെ. സോറിയാസിസ് പോലെയുള്ള അലർജികൾ, യേശുവിന്റെ ശരീരം മുഴുവൻ തടിക്കുന്ന എക്സിമ പോലെയുള്ള രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഡ്രൈ സ്കിൻ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ സ്കിൻ പ്രോബ്ലങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകുന്നു. കർത്താവിന്റെ കരം തൊടുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഒരു കരിയാത്ത വ്രണം എന്റെ കർത്താവ് ഹീൽ ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ കാലിൽ കരിയാത്തൊരു വ്രണം എന്റെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ നാമത്തിൽ റിസീവ് ദ ഹീലിംഗ്. യേശുവിന്റെ നാമത്തിൽ റിസീവ് ഇറ്റ് ഇൻ ജീസസ് നെയിം. കർത്താവെ, അവിടുത്തെ കരം തൊടുന്നതിനായി സ്തോത്രം. അത്ഭുത വിടുതലുകൾ ആയിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ബിസിനസ്സുകളെ കർത്താവ് തൊടുന്നത് ഞാൻ കാണിക്കുകയാണ്. ഈ കർത്താവ് കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഫെബ്രുവരി മാസത്തിൽ ചില വഴികൾ അതിന്റെ അകത്ത് കർത്താവ് തുറക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ എങ്ങനെ മുമ്പോട്ട് പോകുമെന്നോർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന ചില ബിസിനസ്സുകൾക്കകത്ത് കർത്താവിന്റെ കരം ഒഴുകി വരുന്നത് ഞാൻ കാണുകയാണ്. ചിലതെല്ലാം ഒഴുകി വരികയാണ്, ചിലതെല്ലാം ചേർക്കപ്പെടുകയാണ്. നിങ്ങൾ പോലും വിസ്മയിക്കുന്ന ചില കാര്യങ്ങൾ, ചില വിടുതലുകൾ ആ ബിസിനസിന്റെ അകത്ത് സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചിലത് വന്നു ചേരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. റിലീസ് ഇറ്റ് ലോർഡ്. സാമ്പത്തികമായ രംഗം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പോക്കറ്റ് ശൂന്യമാണോ? ആ തല ഉയർത്തി പിടിച്ചത് നോക്കിയേ. നിന്റെ പോക്കറ്റിൽ ഒന്നുമില്ല, അത് എംപ്റ്റി ആണെന്ന് എന്റെ കർത്താവിനറിയാം. ഹി നോസ് എവരിതിങ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. റിലീസ് ഇറ്റ്. നിന്റെ മക്കൾക്ക് വേണ്ടത് മുഴുവൻ സ്വർഗം കൊടഞ്ഞിടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഭൗതികമായ നന്മകൾ വരട്ടെ. ആരോ ഒരു ആധാരം എഴുതാൻ പണമില്ലാതെ വളരെ വിഷമിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അതിന് വേണ്ട മുഴുവൻ ഫണ്ട്സും യേശുവിൻ നാമത്തിൽ റിലീസ് ആകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ചില വീട് പണികളൊക്കെ ആരംഭിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കുറ്റിയടിക്കാൻ പോവുകയാണ്. യേശുവിന്റെ ഞാൻ കാണുന്നു. യേശുവിന്റെ എങ്ങനെ നിങ്ങൾ പോക്കറ്റിൽ പൈസ ഉണ്ടോന്നല്ല നോക്കണ്ടേ. ഡു യു ഹാവ് ഫെയ്ത്ത്? വിശ്വാസമുണ്ടോ? നിങ്ങളുടെ കർത്താവിന് ചോദിക്കാം, വേർ ഇസ് യുവർ ഫെയ്ത്ത്? നിങ്ങളുടെ വിശ്വാസം എല്ലാം ചേർക്കുന്നതാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ വീട് പണികൾ തുടങ്ങട്ടെ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എല്ലാം ബ്ലസ്ഡ് ആകട്ടെ. അതിനുവേണ്ട ഫണ്ട്സ് റിലീസ് ആകട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മൈ ഫാദർ. കർത്താവെ, അവിടുത്തെ കാര്യം നീട്ടുന്നതിനായി സ്തോത്രം. താങ്ക് യു മൈ ഫാദർ. നന്ദി പറയുന്നു പിച്ച, നന്ദി പറയുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സോ കർത്താവ് ഈ ദിവസം നിങ്ങളെല്ലാവരെയും ധാരാളം ധാരാളം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. അതുകൊണ്ട് സ്റ്റോപ്പ് വറി. നോക്ക്, വെല്ലുവിളികൾ കാണും. ഈ വെല്ലുവിളി എന്നാത്തിനാണെന്നറിയാവോ? കർത്താവ് കാണുകയാണ്. അവിടെ എൻ്റെ ഫെയ്ത്ത് ഒന്ന് ഓപ്പറേറ്റഡ് ആകുന്ന കാണുകയാണ്. നോക്ക്, അതാ ഫിലിപ്പോസിനോട് ചോദിച്ചത്. ഇത്രയും വലിയ ജനത്തിന് എവിടുന്ന് നമ്മൾ കഴിക്കാൻ കൊടുക്കും? താൻ എന്നാ ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് തന്നെയാ ചോദിച്ചേ. തനിക്കറിയാം ഇത് കൊടുക്കാൻ. പുള്ളി പറഞ്ഞു ഫണ്ടിൽ 200 ഉള്ളൂ. നോക്ക്, ഗോഡ് നോസ് ആൻഡ് ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. സോ ഡു നോട്ട് വെറി അബൌട്ട് എനിത്തിങ്. ട്രസ്റ്റ് ഇൻ ഹിം, റെസ്റ്റ് ഇൻ ഹിം. അവൻ്റെ മാറിൽ ആ യോഹന്നാൻ ചാരി പോലെ ചാരി അങ്ങ് കിടന്നാൽ മതി. നോക്ക്, അവനിൽ നിന്ന് വലിച്ച് നിങ്ങൾ എടുക്കും. God bless you. Have a wonderful day and share the video also. Let it be a blessing for many people. അനേകർക്ക് ധൈര്യം, നമ്മൾ പറയുന്ന പല വാക്കുകളും അനേകർക്ക് ബോൾഡ്നെസ് കൊടുക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളെ രാവിലെ ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. God bless you. God bless you.